അങ്ങനെ കഴിഞ്ഞ പിള്ളേരെ നോക്കേ കല്യാണം കഴിഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ഗൈസ്, കുറച്ച് ഓടണേ ഉള്ളൂ. ഒരു ഹാള് ബുക്ക് ചെയ്യണം, അങ്ങനത്തെ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ തന്നെ ഓടിയതുകൊണ്ട് കുറച്ച് നമ്മൾ തന്നെ എല്ലാം നടക്കും. ഒന്നുമില്ലല്ലേ. നൈസ്. ചെറുക്കനും പെണ്ണിനും രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റ് എന്നാ സ്റ്റാമ്പ് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞു. ശിശുദിനത്തിന്റെ അത് എല്ലാം ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് ശിശുദിനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ എവിടുന്ന? സദ്യ ഇപ്പൊ അവര് പൈസ തന്നിട്ടില്ല, അപ്പൊ നമുക്ക് പ്രൊമോഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഏതോ ഒരു കടയിൽ ആലപ്പുഴ തന്നെ. അങ്ങോട്ട് വിട്ടോ, നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കുന്നേ? ചാടി ചാടി ഇരിക്കേ ചെല്. ഓട്ടെ ഓട്ടെ, അത്രേ ഉള്ളൂ. ചാടി ചാടി പോടാ, ചാടി ചാടി പോടാ. ഓക്കെ. അപ്പം നമ്മുടെ കല്യാണത്തിന്റെ ലഡുവാണിത്. ഓക്കെ, പോവാം. കപ്പിൾസ് പോവാം. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മാസ് വെജ് ഹൗസിലെത്തി. ഗ്രാൻഡ് മാസ് വെജ് ഹൗസ്. വാഴക്കുട്ടിയുടെ ചെരുപ്പുകൾ ശ്രദ്ധിക്കൂ. മാച്ചിങ് ഡ്രസ്. അതതിനേക്ക് ഹലോ പറ. ഹലോ പറടാ. ഹലോ പറടാ. ഇല്ല, അവ നോക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സദ്യയുടെ സംഭവങ്ങളൊക്കെ വന്ന് ഫസ്റ്റ് തന്നെ ഉപ്പ്, ഉപ്പ് വേണ്ട വേണ്ട, ഇല്ല ഇല്ല. ശർക്കര വരട്ടി, ഇങ്ങനെ ഇഞ്ചി വന്നിരിക്കുകയാണ്. പുളി ഇഞ്ചി രണ്ടാമത്, പിന്നെ മാങ്ങ, നാരങ്ങയാണ്. സോറി, എല്ലാം തലയിൽ. ഇനി മാങ്ങ. അങ്ങനെ അവിയലായി, തോരനായി, പച്ചടിയായി, കിച്ചടിയായി, എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇലയിൽ ചോറും വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെയാണ്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഏകദേശം 4 കൂട്ടം പായസം ഉൾപ്പെടെയായിരുന്നു സദ്യയിൽ. ബോളി എല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെ പായസം ഉണ്ടായിരുന്നടാ? കടല, സേമിയ, അട, പിന്നെ ഒരു കുറുക്കോലിരിക്കുന്ന പായസം. അപ്പോൾ എല്ലാം കൂടെ കുടിച്ച് തലയ്ക്ക് മത്തായി. അയ്യോ. അങ്ങനെ സദ്യ കഴിച്ച് ഞങ്ങൾ ഗ്രാൻഡ് മാസ് കിച്ചണിൽ നിന്ന് ഇറങ്ങുകയാണ്. ട്രെയിനിങ്ങോ എന്തോ പ്ലാൻ? ഞാൻ പറഞ്ഞാൽ മതിയോ? നമ്മളിപ്പോ എല്ലാവരോടും മാംഗ്രൂവ് വില്ലേജിലോട്ട് പോകുന്നുണ്ട്. മാംഗ്രൂവ് വില്ലേജോ? അതെ, സർപ്രൈസും കാര്യങ്ങളൊക്കെ. സർപ്രൈസ്. ഇറങ്ങി ഇപ്പുറത്തോണ്ട് അമ്മ ഇപ്പുറത്തായിരിക്കുന്നു. ടാറ്റ പറ. ആ, ഓക്കെ. എന്തിരുന്ന് എന്തോ അങ്ങനെ സംസാരം. കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മ അറിയാൻ ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മാംഗ്രൂവ് വില്ലേജിൽ എത്തി. എന്താ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇന്ന് ഇവിടെ? മാംഗ്രൂവ് വില്ലേജ്. പഴക്കുട്ടി അത്ഭുതപ്പെടുന്നു, നാട് അത്ഭുതപ്പെടുന്നു ഇത് കേട്ടപ്പോൾ. ആന വണ്ടിയെ കയറ്റി വിടുന്നു.
കഷ്ടപ്പാട് തുടങ്ങിയേ കഷ്ടപ്പാട്. അയ്യോ പാവം. കഷ്ടപ്പാടൊക്കെ തന്നെ. ആണോ? പുതുമയുള്ളൊന്നും അല്ലേ? ശീലമായി. വീട്ടിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അതെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പകുതിപ്പേര് നമ്മൾ കല്യാണം കഴിഞ്ഞാണ് വിചാരിച്ചത്. അതെ, തീർച്ചയായിട്ടും ഞാൻ ഓരോന്നൊക്കെയാണ് കല്യാണം കഴിഞ്ഞില്ല. കാണും, അതിൽ കൂടുതലുണ്ടാവും. കയാക്കിങ് പോകുന്ന ഫോട്ടോ എടുക്കണമെന്നോ? കയാക്കിങ് പോകുന്ന ഫോട്ടോ എടുക്കണമെന്ന് അറിയത്തില്ല, ചോദിക്കണം അവരുടെ. ക്യാമറ എടുക്കണമെന്നോ ചോദിച്ചത്? ക്യാമറയുടെ മെനക്കേടാവും. ഗൈസ്, മാംഗ്രൂവ് വില്ലേജിലെ മെയിൻ സാധനമാണ് കയാക്കിങ്. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളില്ല. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ്. ഗോകുലും ഹരിക്കുട്ടനൊക്കെ വേറെ പോകുന്നുണ്ട്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങ് സ്ഥലം പരവൂര, മൺട്രോത്തുരുത്തല്ല. ഒരു രക്ഷയില്ല. മാംഗ്രൂവ് വില്ലേജ് കയാക്കിങ്. താണ്ടെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ നടുക്ക് എത്തിയിരിക്കുകയാണ്. ഹരിമോഹൻ വിത്ത് അബേളിയൻ. ബ്രോയുടെ പേരെന്താ? വിശാൽ ബ്രോ ആണ് നമ്മുടെ ഗൈഡ്. ഓക്കെ, ഇത് ഇനി നമ്മുടെ ഗോകുലുണ്ട്. ഇത് കാർത്തിക് വാടാ. കാർത്തു എന്തിയേ ബാക്കിരിക്കുന്നു? ഞാൻ നിങ്ങളുടെ വേണ്ട, ഇവൻ എന്താ വ്ളോഗ് എടുക്കണ, പക്ഷെ അവനൊന്നും ഇടത്തില്ല, ഇടാൻ സമ്മതിക്കത്തില്ല. ഈ നാറി കാരണം വരാത്. ഏതോ വരുന്നു നമ്മുടെ വാഴക്കുട്ടി. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾക്കാർ ഇതിന് വേണ്ടിയിട്ട് വരുന്നത് ഇല്ലേ? വീട്ടിൽ കയറാതെ നേരെ കയാക്കിങ്ങിന് കൊണ്ട് തിരിച്ചിട്ടല്ലേ എന്നെ. ഒരു ഹായ് പറയൂ ഗൈസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം ആണോ വാഴക്കുട്ടിയുടെ ഫസ്റ്റ് ടൈമാ? അണ്ണന്മാരുടെ ഫസ്റ്റ് ടൈം ആടാ? പിന്നെ ശംഭുവിനോട് പറയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് സർപ്രൈസാ. ഈ വ്ളോഗിനകത്തൊന്നും അറിഞ്ഞില്ല കേട്ടോ ഗൈസ്. ഞാൻ പറയട്ടെ, നിന്റെ ഫസ്റ്റ് ടൈം ആണോ ഗോകുലിൻ്റെ? ആണോ? ഓക്കെ. വള്ളം തുഴയുന്ന ആൾക്കാർ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഓക്കെ, ഇവിടുത്തെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ. വെർട്ടിക്കലായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതെ, അടിപൊളി സ്ഥലം കേട്ടോ. മറ്റേ മണ്ടോത്തുരുത്തിനൊക്കെ നല്ലേ. മണ്ടോത്തുരുത്തി പോയി 3-4 വട്ടം പോയിട്ടുണ്ടായിട്ട് പറയാം. ഇവിടെ അതിനൊക്കെ കൊള്ളാം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നോ. ലൊക്കേഷൻ കറക്റ്റ് എവിടെ? മാംഗ്രൂവ് വില്ലേജ് അഡ്വഞ്ചർ പാർക്കോ? പാർക്കല്ലേ? അഡ്വഞ്ചർ പാർക്കാണോ ഇത്? കാർത്തിക് ഞാൻ യൂട്ടടിക്കാം. ഇറങ്ങുന്നില്ലേ? മൊബൈലൊക്കെ എന്ത് കൊണ്ട് കെട്ട് കയ കൊണ്ട് കെട്ടി നീന്തി കൊണ്ട് കെട്ടിക്കോളാം. നീന്തി കൊണ്ട് കെട്ടി
പാടാണോ നിനക്ക്? ഞാൻ തിരിച്ചു രാജേഷ് എങ്ങനെ അത് പോയി എടുക്കും. എന്റെ മോട്ടർ വെള്ളം കയറ്റി അവന്റെ മോട്ടർ മാറിയണോ മോനെ, നീ മാറിയണോ? അത് രസമില്ല, അത് തിന്നില്ല. വെള്ളത്തിലാണോ? ഓപ്പോസിറ്റ് അവിടെ നിന്ന് ഇങ്ങനെ അത് ബുദ്ധിമുട്ടാണ്. അതിന്റെ പറയാ ഇനി വരാൻ പറ്റും. ബാക്കി കിടക്കുക, ഫ്ലോട്ട് കിടക്കുക, കാലിട്ട് അടിച്ചാൽ മതി. കാല് മേപ്പോട്ട് അടിച്ചു. അങ്ങോട്ട് അടിച്ചു. എന്താടാ കുട്ടാ? ഇതാണ്ട ഞാൻ ഫൈൻഡ് ചെയ്തൊരു സാധനമാണ്. ഓ എന്നാ വെച്ചോ, അതിനകത്ത് ജീവനുണ്ട്, ആളുണ്ട്. ഇല്ല ഒന്നും ചെയ്യത്തില്ല. എത്ര പേര് സംസാരിച്ചോണ്ടിരുന്നേ? മൈക്കായിരുന്നോ? മൈക്കല്ല, ഹലോ ഹലോ ഹലോ. ചോണ്ടൊരു വേട്ടാവളി തലയെത്തി വെക്കുന്നു. അങ്ങനെ രാത്രിയിലത്തെ പ്രോഗ്രാം അല്ല, പകലത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാത്രിയായി. ഇവിടെ മസ്റ്റേ ഞം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ മാംഗ്രോവ് വില്ലേജിൽ തന്നെ എല്ലാവരും ഉണ്ട്. അതാണ്ടേ നമ്മുടെ സ്റ്റേജിന്റെ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ തന്നെ അടിപൊളി. നൈസ് നൈസ്. ഫുഡ് വന്നിട്ടുണ്ട്, അതുകൂടെ കഴിക്കുക. ചിലപ്പോൾ അത് നമ്മുടെ പ്ലാൻ രാത്രി പോകണമെന്നാണ്. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഫുഡിന് അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ ചിക്കനും അതിനോടൊപ്പം തന്നെ ചെമ്മീൻ കറിയുണ്ട്, പിന്നെ സലാഡ് കൂടിയുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? ഓക്കെ, കഴിച്ചു. ആലപ്പുഴക്കാരുണ്ട് കേട്ടോ, അവരുടെ ഫുഡാണ്. ഷാപ്പ് ഫുഡോ? ആ, സലാഡ്. അവരൊന്നും വന്നില്ല, ഇത്രയും നേരം ഇവിടെ പോണ്ടായിരുന്നു. ഇപ്പം കഴിക്കാറായപ്പോൾ പോയി കറങ്ങാൻ പോയി. നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മളത് ക്യാമ്പ് ഫയർ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. അതെ, ഇതാണ് പരിപാടി സംഭവം. മഴക്കുട്ടിക്ക് വേണ്ടി നമ്മുടെ ബെഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വിത്ത് റോസാപ്പൂ ആൻഡ് മുല്ലപ്പൂ. അയ്യോ, ഓക്കെ. ചെറിയ സന്തോഷം, വലിയ ഹാപ്പിനെസ്. അപ്പം എസിയും പുതപ്പോടുണ്ട്. അപ്പം ഗൈസ്, നമ്മളവരെ മണിയറയിലോട്ടൊക്കെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം എല്ലാവർക്കും സീ യു സൂൺ, ബൈ.